ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉള്ളത് പറയാതെ പറ്റില്ലല്ലോ. കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാ. ഫിദ വല്ലപ്പോഴോ കുക്ക് ചെയ്യുന്ന, പക്ഷെ കുക്ക് ചെയ്താ ഇതല്ലാതെ വേറെ അഭിപ്രായം ഉണ്ടാവില്ല. ഞാനേ ഏറ്റവും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് രാധിക പാചകം ചെയ്യുമ്പോഴാ. സത്യം പറഞ്ഞാ രണ്ടും തമ്മിൽ വേർതിരിഞ്ഞ് എനിക്ക് കാണാൻ പറ്റുന്നില്ലേ. അല്ല, അതെങ്ങനെയാ മാഡം, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂടി ചേരണമെന്ന് ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ തീരുമാനങ്ങളൊക്കെ വളരെ നേരത്തെയല്ലേ വരുൺ? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, മാഡം പൂർണ്ണമായിട്ടും വെജാണോ? അതെ. അല്ല, ഈ നെയ്ച്ചോറ്, പത്തിരി, കോഴിയിറച്ചി അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലേ? ഇല്ല. എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്തത. അതാണ് ഫിദ മാഡം അല്ലേ? കഴിക്കലുണ്ടാളും. ഫിദ, നമ്മളെ സോറി മാഡം. എന്തിനാ സോറി പറയുന്നത്? ഇതൊക്കെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഭാഗമല്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില രസകരമായ പങ്കുവെക്കലുകൾ, അതാണ് ദാമ്പത്യത്തിന്റെ സുഖവും സന്തോഷവും. എപ്പോഴും അതങ്ങനെ തന്നെ തുടരണമെന്നേ ഉള്ളൂ. അല്ലാതെ ഹണിമൂണിന്റെ കാലം കഴിയുമ്പോൾ പ്രശ്നങ്ങളുടെ ബാണ്ട് കഴിച്ച് യുദ്ധം ചെയ്യാൻ തുടങ്ങരുത്. ഇത് നിങ്ങളോടല്ല, പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ മാഡം, ഈ കാറിന്റെ കാര്യത്തില് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നിക്ക് തീരുമാനം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അത് വേണ്ടെന്ന് പറയാനും പാടില്ല, വില കുറഞ്ഞത് മതിയെന്ന് പറയാനും പാടില്ല. ഹേയ്, ഇത് രണ്ടുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയടോ. മാഡം, വരുൺ പറയുന്നത് ഞങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വാഹനങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഉണ്ടെന്നാ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സമ്മാനം വാങ്ങിച്ചേ പറ്റൂന്ന് മാഡം നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അത് വേറൊരു രീതിയിലാണ് തരേണ്ടത്. ഇവിടെ അടുത്തേ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവർക്ക് ഒരു ആംബുലൻസ് വേണം. ഞങ്ങൾക്ക് കാറ് വാങ്ങി തരാമെന്ന് പറയുന്ന അതേ തുക കൊണ്ട് മാഡം അവർക്ക് ഒരു ആംബുലൻസ് വാങ്ങി കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ ഇതിനേക്കാളും നല്ലൊരു കാര്യം വരുൺ ചെയ്യാനില്ല. തീർച്ചയായിട്ടും ഇതൊരു ഗംഭീരമായ തീരുമാനം അല്ലേ ഫിദ? നന്നായി മക്കളെ.